എത്രയെത്ര വലിയ മഹാന്മാരാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആവേശമായി ആദ്യമായി ആ ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യപ്പെട്ട നേതാവ് ആരാണെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി ജന്നത്തുൽ ബഖീയിൽ, അതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ മണ്ണിൽ ഒരു ഖബർ ശരീഫിനുള്ള അവസരം കിട്ടിയ നേതാവ്. വലിയ മഹാനല്ലേ. മദീനയുടെ കഥ പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിൽ അതെ വലിയ മഹത്വത്തോടെ അവർ കിടന്നുറങ്ങുന്നുണ്ട്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ എല്ലാ നീറുന്ന വേദനകൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ. വലിയ മഹാനാണ്. അതേ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മദ്യം രുചിച്ചു നോക്കാത്ത നേതാവാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. ഓ മുഅ്മിനീങ്ങളെ, മദ്യം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ വലിയ പുഴ തന്നെ ഒഴുകിയിരുന്നുവെന്ന് ചരിത്രം ലോകത്തോട് പഠിപ്പിക്കുന്നുവെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പലരും മദ്യത്തിന്റെ അഡിക്റ്റുകളായിരുന്നുവെങ്കിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല. هو أحد من حرم الخمر في الجاهلية. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം ശരീരത്തിന് മദ്യം ഹറാമാക്കിയ, മദ്യം നിഷിദ്ധമാക്കിയ നേതാവാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവിടുന്ന് മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല. പിന്നീട് ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന പല സ്വഹാബാക്കളായ ആളുകളും ഒരുപക്ഷെ അവരുടെ ജാഹിലിയ കാലഘട്ടങ്ങളിൽ മദ്യം രുചിച്ചു നോക്കിയിട്ടുണ്ടാവാം. പക്ഷെ ആ കാലഘട്ടത്തെ നമ്മൾ എടുത്തു പറയരുത്. അത് അദബുകേടാണ്, അത് മര്യാദകേടാണ്. ഏതെങ്കിലും ഒരു സ്വഹാബി ഒരുപക്ഷെ ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാലിന്ന ആളാണ്, അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് അയാളെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അത് വലിയ അദബുകേടാണ്. അത് അവരിഷ്ടപ്പെടൂല. നമ്മൾ തന്നെ എന്തെങ്കിലും തെറ്റൊരു പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ആ നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നൊരു തെറ്റ് പിന്നീട് നമ്മൾ നന്നായി നല്ല മനുഷ്യന്മാരായി വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എത്തിയെന്ന് കരുതുക. എന്നാൽ നമ്മളെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പഴയകാല ചരിത്രം പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുവോ? എത്രയോ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിക്കുമ്പോ ജാഹിലിയ കാലഘട്ടത്തിലെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം പറയുന്ന എത്രയോ ആളുകളുടെ വിവരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പറയാൻ പാടില്ല, അത് അവർക്ക് ഇഷ്ടമല്ല, അത് അദബുകേടാണ്, അത് പൊരുത്തക്കേടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവിടുന്ന് മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല. അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ അശ്റബു ശറാബ, ഞാൻ ഒരിക്കലും മദ്യം കുടിക്കൂല. എന്തേ കാരണം? യദ്ഹബു അഖ്ലീ, അതെന്റെ ബുദ്ധിയെ പോക്കിക്കളയുന്നതാണ്. മദ്യം ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. ആർക്കാണതിൽ സംശയമുള്ളത്? മദ്യം കുടിച്ചവർ ആരെങ്കിലും നല്ല സ്വബോധത്തോടെ നടന്നിട്ടുണ്ടോ? അവർ ബുദ്ധിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? നഊദു ബില്ലാഹ്. പലപ്പോഴായി ഗൾഫ് രാജ്യങ്ങളിലും ഉംറക്കും കഴിഞ്ഞ് വിമാനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ആ ഫ്ലൈറ്റുകളിൽ വിതരണം ചെയ്യുന്ന
മദ്യം കുടിക്കുന്ന എത്ര ആളുകളെ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. നഊദു ബില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, ആരെങ്കിലും അങ്ങനെ ഒരു പ്രവർത്തനത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ അഡിക്റ്റുകളായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മദ്യം രുചിച്ച സമയത്താണ്, കുടിച്ച സമയത്താണ് നിങ്ങളുടെ മരണം സംഭവിക്കുന്നതെങ്കിലോ ആ മരണം അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മരണമായി മാറുന്നതാണ്. ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുകയില്ല. ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുൽ ഖംറ മുഅ്മിൻ. അതേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് മദ്യം രുചിക്കാൻ കഴിയില്ല. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് മദ്യം രുചിക്കാൻ കഴിയില്ല. മദ്യം രുചിക്കുന്ന സമയത്ത് അയാൾ ഈമാൻ എടുത്തു കളയും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ തന്നെയാണ് വ്യഭിചരിക്കുന്ന സമയവും. മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈമാനിനെ അല്ലാഹു മെല്ലെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ആ ഒരു സമയമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ദുനിയാവിലെ ജീവിതം, എന്തിനു കൊള്ളും? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാനോടുകൂടെ ജീവിക്കണം. മദ്യം എന്ന് പറയുന്നത് ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളാണ്. ആ മദ്യവും കഴിച്ച് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു പക്ഷേ ആ ഫ്ലൈറ്റ് ചെന്നെത്തുന്നത് ഒരു അപകടത്തിലേക്കാണെങ്കിലോ, കണ്ടില്ലേ നമ്മൾ കരിപ്പൂരില് ഒരു വിമാന ദുരന്തമുണ്ടായി, എത്ര ആളുകളാ മരണപ്പെട്ടത്. അല്ലാഹുവേ, മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇപ്പോഴും ആ വലിയ ദുരന്തത്തിൽപ്പെട്ട് മരണത്തെ മുന്നിൽ കണ്ട് കഴിയുന്ന ആളുകളുണ്ട്. പ്രയാസപ്പെട്ട് വേദനകൾ സഹിക്കുന്നവരുണ്ട്. അവർക്ക് നീ രോഗശമനം നൽകണേ റബ്ബേ. അല്ലാഹു എല്ലാവരെയും കാക്കട്ടെ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മദ്യം രുചിക്കൂല, അതെന്റെ ബുദ്ധിയെ പോക്കിക്കളയുന്നതാണ്. വയദ്ഹഖു ബി മൻ ഹുവ അദ്നാ മിന്നീ. എന്നെക്കാളും താഴെയുള്ള ആളുകൾ, ചെറിയ കുട്ടികളടക്കം എന്നെ പരിഹസിക്കുന്നതിന് അത് കാരണമാകുമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അല്ലെ, മദ്യപിച്ച പിന്നെ കുട്ടികൾക്ക് എത്ര വലിയ ആളായിട്ടെന്താ, അതിന് താടിയെല്ലാം, താടിയുടെ മുകളിൽ താടി ഉണ്ടായാലും, ആരോഗ്യത്തിന്റെ മുകളിൽ ആരോഗ്യം ഉണ്ടായാലും, എത്ര വലിയ ദൃഢഗാത്രനായാലും മദ്യം കഴിച്ചാ പിന്നെ കുട്ടികളടക്കം എല്ലാവരും ഇയാളെ പരിഹസിക്കാൻ തുടങ്ങും. അത് യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് എന്റെ ചെറിയ കുട്ടികൾ, എന്നെക്കാളും താഴെയുള്ള ആളുകൾ, എന്നെക്കാളും മുകളിലുള്ള ആളുകളെ പരിഹസിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ചൊക്കെ പ്രശ്നമില്ലാന്നുണ്ട്. നമ്മളെക്കാളും താഴെയുള്ള ആളുകൾ നമ്മളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്തിനു കൊള്ളും? അപ്പൊ അങ്ങനെയുള്ള എന്നെക്കാളും താഴെയുള്ള ആളുകൾ എന്നെ പരിഹസിക്കാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് ഞാൻ മദ്യം രുചിക്കൂല. മഹാനവറുകൾ മൂന്നാമതൊരു കാരണം പറഞ്ഞു, വയഹ്മലനീ അലാ അൻ അൻകിഹ കരീമതീ. അതേ, ഞാൻ മദ്യം രുചിക്കാതിരിക്കാനുള്ള മൂന്നാമത്തൊരു കാരണം എന്താണെന്നറിയോ? എന്റെ സ്വന്തം മക്കളെ വ്യഭിചരിക്കാൻ ആ മദ്യം ഒരു കാരണമായി തീരും. അതുകൊണ്ട് ഞാൻ മദ്യം രുചിക്കൂല. എത്ര വാർത്തകളാ നമ്മൾ കേൾക്കുന്നത്. സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട എത്ര മക്കളാണ്. സ്വബോധത്തോടുകൂടെ ചെയ്തതാണോ? അല്ലാഹ് മദ്യം ശരീരത്തിലേക്ക് പോയപ്പോ പിന്നെ സ്വബോധം നഷ്ടപ്പെടുകയാണ്. പിന്നെ ഭാര്യ ആരാണ്, മക്കൾ ആരാണ്, ഉമ്മ ആരാണ്, സഹോദരി ആരാണെന്ന് തിരിയുന്നില്ല. പിന്നെ ആരുമില്ല.
സ്വന്തം മക്കളെ വരെ വ്യഭിചരിക്കുന്ന കാമകേളികൾക്ക് സ്വന്തം മക്കളെ വരെ ഉപയോഗിക്കുന്ന എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ കാരണം മദ്യമാണ്, മദ്യമാണ്. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, എന്റെ സ്വന്തം മക്കളെ വരെ വ്യഭിചരിക്കാൻ മദ്യം ഒരു കാരണമായി തീരും. അതുകൊണ്ട് മദ്യം ഞാൻ രുചിക്കൂല. ഏതാണ് ഈ കാലം എന്നറിയോ? ജാഹിലിയ്യ കാലഘട്ടമാണ്. അതേ, സ്വന്തം പെൺമക്കൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും മദ്യം ശരീരത്തിലേക്ക് രുചിച്ചു നോക്കാത്ത മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ആ വലിയ നേതാവ് കിടന്നുറങ്ങുന്ന മണ്ണാണ് ജന്നത്തുൽ ബഖീന്റെ പരിശുദ്ധമായ മണ്ണ്. ആ പരിശുദ്ധമായ ശരീരമാണ് ആദ്യമായി ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ടത് എന്ന് മുഹാജിറുകളായ സ്വഹാബാക്കൾ പറയുകയാണ്. വേറെയും ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും പ്രബലമായ അഭിപ്രായ പ്രകാരം ആദ്യമായി ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ട നേതാവ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവേ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ആരെങ്കിലും ഞങ്ങളുടെ ഭർത്താക്കന്മാരിലോ മക്കളിലോ സഹോദരങ്ങളിലോ കൂട്ടുകാരിലോ മദ്യത്തിന്റെ അഡിക്റ്റുകളായിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലാഹ് എത്രയും പെട്ടെന്ന് അവരെ ആ വൃത്തികേടിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്.